ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. இவனுக்கு என்னடி குறைச்சல்? அழகு இல்லையா, அந்தஸ்து இல்லையா? காங்கேயன் கால மாதிரி ஜிக்குன்னு இருக்கான். என்னடி பிரச்சனை உனக்கு? அப்ப எனக்கு ஒரு பையனை பிடிக்கும். நீங்க என்ன சொன்னாலும் நான் அவனை தான் கல்யாணம் பண்ணுவேங்க. பங்காளி, வரும் புதன்கிழமை நீங்க அங்க வந்துடு. அந்த நேரத்தில் ஐயோ, என்ன அது உங்க போன் ஐயா. அப்பா, என்னால அவனை மறக்க முடியாதப்பா. இந்த நாள் வரைக்கும் நீங்க சொல்ற மாதிரி தான் நான் கேட்டிருக்கேன். இந்த விஷயாவது நான் சொன்ன நீங்க கொஞ்சம் கேளு. உங்க ஆசீர்வாதத்தோட தான் நாங்க கல்யாணம் பண்ணிக்கணும். மண்ணாங்கட்டி ஆசீர்வாதம்
இந்த முகூர்த்தத்துல உனக்கு கல்யாணம். நான் சொல்றவனுக்கு தான் நீ கழுத்து நடி. அதே நேரத்துல நான் சொல்ற நீங்களும் கொஞ்சம் கேளுப்பா. என் கழுத்துல தாலி ஏறணும்னா அது எனக்கு பிடிச்சவன் தான் இருக்கணும். உங்களை மாதிரி கௌரவம் வைராகியம் எனக்கும் இருக்கு. ஏன்னா நான் உங்க பொண்ணு. என் பொண்ணுதான். அடியே ஜபார், இவன் கூட தான் உனக்கு கல்யாணம். வீட்டை விட்டு வெளியே போன உன்னை வெட்டி புதைச்சிருவேன். ஏய் வண்டியடா. തീപ്പെട്ടിയാണോ ബ്രോ? തീപ്പെട്ടിയാ എന്റെ കയ്യിലില്ല. ഇന്നോറയിലുണ്ട്. ആ ദോ ആയിരിക്കും ആളെ കണ്ട. അങ്ങേരത്തുണ്ടാവും. പണിക്കാരനാ. താങ്ക്സ് ബ്രോ. ആ ബ്രോ. ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? ഉണ്ടാ തീപ്പെട്ടി? ഇല്ല. ഇല്ലേ? അപ്പൊ ഒന്ന് സ്മോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താ വഴി? ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. നോ 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 യു ആർ ലൈ. ചേട്ടനെ കണ്ടെത്താൻ അറിഞ്ഞൂടെ? ഇരുന്ന ഇരിപ്പി 2 പാക്കറ്റെങ്കിലും വലിച്ചു. ചെറുതാ ഇത് മതിയാവോ? ആ ഇതൊക്കെ മതിയടപ്പനെ. എക്സ്ക്യൂസ് മീ. കർത്താവിന്റെ തീപ്പെട്ടി. അയ്യോ ഇപ്പോഴൊരാശ്വാസമായി. ഈ തണുപ്പത്ത് ഇതിലാ പറ്റൂല. നല്ല ദേഹം അനങ്ങിയാലും മതി. അപ്പൊ ശരി, ഇനി താമസിച്ചാ തന്തപ്പടിയും കൊണ്ടുവരും. നമുക്കിനിയും കാണാട്ടാ. എനിക്ക് ആവശ്യമുണ്ട്. കൊള്ളത്താടി കൊണ്ടവരെയും കഞ്ചാവ് കാണണം. കണ്ടിരിക്കും. ഇവന്റെ അഡ്മിഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാം. ശരി, ഓക്കെ. ജോയി ഫാദറേ ഇപ്പൊ കേട്ടാ. ഓക്കെ. നമസ്കാരം. ദൈവമേ താടി, ഇയാളെന്താ ഈ വേഷത്തില്? കൊലുസൂമ്പി. ഫാദർ ഞാൻ വിളിച്ചിരുന്നു ഇവന്റെ അഡ്മിഷന്റെ കാര്യം. ഒരിക്കലും നടക്കില്ല. ഇവന്റെ അഡ്മിഷന്റെ കാര്യം ഒരിക്കലും നടക്കില്ലെന്ന്. എന്തു പറ്റി ഫാദർ? അപ്പൊ എങ്ങനെയാട്ടാ ഇവിടെ സ്റ്റഫ് കിട്ടുമോ? എന്താ സ്റ്റഫേ? മനസ്സിലായില്ല. ചടയൻ. ഇല്ല. ആ ഒരൊറ്റ പ്രതീക്ഷയല്ല ഞാനിവിടെ വന്നത്. എല്ലാം ഓക്കെ ആയില്ലേ? സർ, ഇതൊരു പവിത്രമായ സ്ഥാപനമാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും എന്റെ കുഞ്ഞുങ്ങളാണ്. നല്ല കുടുംബത്തിൽ നിന്ന് വന്ന അവർ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഇവനെ പോലെ ഒരുത്തൻ എങ്ങനെ ഞാൻ അഡ്മിഷൻ കൊടുക്കും? നഞ്ച് എന്തിനു നന്നാഴി. ഇതെന്റെ ഹോസ്റ്റലാ. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. എന്നാ നിങ്ങൾ വിട്ടാട്ടെ, പ്രാർത്ഥനയ്ക്ക് സമയമായി. നീ വിട്ടുവിടുവാടാ. ശരി ഫാദർ. ഒന്ന് നിന്നേ. മകന്റെ TC കോളേജിൽ തയ്യാറായിരിപ്പുണ്ട്. പോകുമ്പോൾ അതുകൂടെ മേടിച്ചോണ്ട് പൊയ്ക്കോ. ചിറകാട്ടും പെൺതുമ്പികൾ ചിരിനീട്ടിപ്പാറുന്നെങ്ങും അതിനുള്ളിൽ ചെന്നെത്തുവാൻ വഴിയെല്ലാം തേടി നമ്മൾ നോക്കും നീളെ തേരും
ചേർത്തു വെച്ചു ഞാൻ ഈ കരങ്ങളിൽ നെഞ്ചിനുള്ളിൽ നാരവങ്ങളെ താളത്തിന് കാതോക്കുന്നു ദിനങ്ങളെ തേഴ് നിറങ്ങൾ തേടി അറിയുന്നു പാദങ്ങൾ പറവകളുടെ ചിറകുടി ചുലകത്തിന് ഒരു കുലപതി അത് ഞാൻ കഥ പറഞ്ഞത് മതി ഇനി വരുന്നത് തലവിധി പ്രതിവിധി ഗണപതി ഒരു തേങ്ങ ഇനി പെരുവഴി അത് പുതുവഴി പരിമിതിയില്ലാത്ത കനവുകളിലൂടെ പടവുകൾ കയറും ഇന്നു ഞാൻ കടമ്പകൾ ചാടും ഇന്നു ഞാൻ ചുവടുകൾ പതറാതെ വച്ച് പുലി പോൽ കുതിച്ചു പുതുജീവിതത്തിൽ ആരംഭം ഈ ലോകമെതിരെ നിന്നാലും ഇനി തല താഴ്ചക്കില്ല ഞാൻ ഈ ജന്മം നോക്കും വാക്കും നീളേ തേനും പാലും തൂകി എന്നിട്ടും ഷാരി പോയാൽ മേരി അവളും പോയാൽ രാജേശ്വരി ഒരു നാളിൽ കനവിൽ നോക്കി പാടുന്ന എന്റെ മാവം പൂത്തേ നിന്റെ മാവം പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവം പൂത്തേ നിന്റെ മാവം പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവം പൂത്തേ നിന്റെ മാവം പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവം പൂത്തേ നിന്റെ മാവം പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ നീ പോയില്ലേ? ആണോ എന്റെ കാശില്ലെന്നാ. മോനെ, ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷെ എന്റെ നടത്തിപ്പിനുള്ള ചില അടിസ്ഥാന ചെലവുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എങ്ങനെയെങ്കിലും എന്നെ കൂടെ ആഡ് ചെയ്യണം മോനെ. വാട്സാപ്പ് ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, കാശൊക്കെ കൊടുക്കണം. സണ്ണിയുടെ ഒരു റെയർ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ മതി. അന്ന് താണ നീ നിക്കണോ മറക്കണ്ട, ഇവന്മാരൊക്കെ ഇത് മേടിക്കാൻ തന്നെ ഇവിടെ നിക്കണം. മെസ് ബില്ല് അടച്ചില്ലേ ഒരു കൃത്യമായിട്ട് എന്റെ കാശ് അടയ്ക്കും. എന്തുകൊണ്ടാ? ഈ വെടിക്കെട്ട് ഗ്രൂപ്പ് അവരെ ചതിക്കില്ലെന്നറിയാം. കണ്ടുപിടുത്തൊന്നും ഞങ്ങൾ സപ്ലൈയർ പോലും ഇല്ല. അതുകൊണ്ട് നീ നേരെ അടുത്തല്ലോ. മന്ത്ലി ആണോ വീക്കിലാണോ? മന്ത്ലി. കാടാ നോക്കിക്കട കേറ. 6:30 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 6:30 മണിക്ക് ഞാൻ നടക്കും കേട്ടാ. നീ എന്തുവാടാ ഈ പറയുന്ന? കളിക്കല്ലേ. നീ പറഞ്ഞ അവധി നാളെ കഴിയുക. ഇന്ന് രാവിലെ കൂടെ അച്ഛൻ വിളിച്ചിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോ കഴുത്തിൽ മാല കണ്ടില്ലെങ്കിൽ പിന്നെ കഴുത്തിന് മുകളിൽ തല കാണില്ല. അതെ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് എന്റെ ഫേസ്ബുക്കിൽ ആന്റി കറപ്ഷൻ ക്യാമ്പയിന് നിന്റെ വകയെ തുച്ഛമായ 1000 ലൈക്ക് ഒപ്പിച്ചേരാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. എടാ, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഏത് പാലം? കാശിടാ അളിയാ, ദ മണി യു ഡെപ്പോസിറ്റ് ഇൻ ഹാരിസ് ഫിനാൻസ് ഈസ് സേഫ്. ഡോണ്ട് വറിടാ. തൽക്കാലം നീ വല്ല 1 ഗ്രാം ഗോൾഡും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എടാ, നിനക്ക് നഷ്ടപ്പെടുന്ന വെറും ഒരു തരി പൊന്ന് കിട്ടുന്നോ പുതിയൊരു ഇന്ത്യയും. ഐ എം റിയലി പ്രൗഡ് ഓഫ് യുടാ. അപ്പൊ ഓക്കെ മച്ചാ, ബൈ. ഓക്കെ, ലൈക്ക് മറക്കണ്ട. സ്വിച്ച് ഓഫാ. എന്റെ മാല പോയി. അതെ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഈ 1 ഗ്രാം തങ്കത്തി പൊതിഞ്ഞ മാല വെയിലുണ്ടാ കറക്കോ? എനിക്കറിയില്ല. അതെ,